കോഴിക്കോട് മേയർ ശ്രീ ഒ സദാശിവൻ ഇപ്പോൾ തീപിടുത്തം വലിയ തീപിടുത്തമാണല്ലോ ഈ ജയലക്ഷ്മി സിൽക്സിൽ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ അങ്ങേക്ക് നൽകാവുന്ന ഒരു പ്രതികരണം? ആ തീപിടുത്തം വലിയ നിലയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള വലിയ സന്നാഹത്തിലാണ് ഫയർഫോഴ്സ് സംവിധാനങ്ങൾ. ഇവിടുന്ന് ജനങ്ങളെ മുഴുവൻ 4 ഭാഗത്തുനിന്നും മാറ്റിയിട്ടുണ്ട്. ഇല്ല, ജീവനക്കാർക്കാർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരെയും നേരത്തെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തീപിടുത്തത്തിന് കാരണം എന്താണ് എന്തെങ്കിലും വ്യക്തമാകുന്നുണ്ടോ? മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അതിന് എന്താണോ അതിന്റെ കാരണമെന്ന് ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുമോ? ഫയർഫോഴ്സ് യൂണിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. തീയാണെങ്കിൽ നിയന്ത്രണ വിധേയമായിട്ടില്ല, ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കോഴിക്കോട് പല സമയത്തായി ഇങ്ങനെ ടെക്സ്റ്റൈൽസുകളിൽ തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. അതൊരു പ്രത്യേക ശ്രദ്ധ വെക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എന്താണോ തീപിടിക്കാനിടയായ സാഹചര്യം എന്നുള്ളത്. തൊട്ടടുത്ത് 3 ഭാഗവും ഓപ്പണായി നിൽക്കുന്ന ഭാഗമാണ്. അനിഹാൽ റോഡാണ് ഒരു ഭാഗം കല്ലായി റോഡാണ്, മറുഭാഗത്ത് അർബൻ ബാങ്കിലേക്കുള്ള വഴിയാണ്. ഈ പിറകു വശത്ത് നിന്ന് ഗോഡൌണിന്റെ ഭാഗത്തു നിന്നാണ് തീ ആളി കത്തുന്നത്. ശരി, വളരെ വളരെ നന്ദി മേയർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മേയർ ഒ സദാശിവൻ പ്രതികരിച്ചിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഗോഡൌൺ ഭാഗത്താണ് തീ പടരുന്നത് എന്നുള്ളതാണ്. ഒരു വശത്തു കൂടി മാത്രമാണ് തീ അണയ്ക്കാൻ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുന്നത് എന്ന കാര്യം കൂടിയാണ് വി എസ് രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചത്. ഈ ടെക്സ്റ്റൈൽസ് ജയലക്ഷ്മിയിൽ നേരത്തെയും തീപിടുത്തമുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയുണ്ട്. രണ്ടാമത്തെ തവണ തീപിടുത്തമുണ്ടാകുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്.